ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, വെളിപാടിൻ്റെ പുസ്തകം 2-3 അധ്യായങ്ങൾ അത് 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് കർത്താവ് നൽകുന്ന സന്ദേശങ്ങളാണ്. അത് ആ കാലഘട്ടങ്ങളിലെ സഭകൾക്ക് മാത്രമല്ല, എക്കാലത്തുമുള്ള സഭാ സമൂഹങ്ങൾക്ക് വലിയ രഹസ്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിലെ ഓരോ സന്ദേശങ്ങൾ ഓരോന്നായിട്ട് നാം പഠിക്കുകയാണ്. അത് സഭാസമൂഹങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ ക്രൈസ്തവ ജീവിതത്തിനും അതിൽ വലിയ സന്ദേശം കർത്താവ് നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ സഭ ലൗദോക്കിയയിലെ സഭയാണ്. ലൗദോക്കിയയിലെ സഭയ്ക്ക് കർത്താവ് അവരോട് പറയുന്നുണ്ട്, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് ചൂടും ഇല്ല, നിനക്ക് തണുപ്പുമില്ല. ചൂടും തണുപ്പും ഇല്ലാത്തത് കൊണ്ട് നീ മന്ദോഷ്ണനാണ്, അതുകൊണ്ട് ഞാൻ തൂപ്പിക്കളയും. രണ്ടാമത് കർത്താവ് അവരോട് പറയുന്നു, നിൻ്റെ അവസ്ഥ നീ തിരിച്ചറിയണം. നീ ദരിദ്രനാണ്, നീ സമ്പന്നനാണെന്ന് നീ പറയുന്നു, പക്ഷെ നീ ദരിദ്രനാണ്. നമ്മളിത് വായിക്കുന്നത് വെളിപാട് 3:17. എന്തെന്നാൽ ഞാൻ ധനികനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. നമ്മളതിൽ ആദ്യത്തെ ഒരു പോയിൻ്റ്, ആദ്യത്തെ ഒരു ചിന്ത, നമ്മുടെ അവകാശവാദം നമ്മൾ ധനികരാണ്, സമ്പന്നരാണ്, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറയാണ്. അതിനൊന്നിനും കുറവില്ല എന്ന് പറയുന്നതിന് തന്നെ ആ സഭാ സമൂഹത്തിന് അതിൻ്റെതായ കാരണമുണ്ട്. അവിടെ വലിയൊരു ഭൂകമ്പം AD 60-61 ഉണ്ടാകുമ്പോൾ അത് ആ നഗരം മുഴുവൻ നശിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരിയേറെ സമ്പന്നരുണ്ടായിരുന്ന ലവുദീക്കിയക്കാരെ ദേ റിഫ്യൂസ്ഡ് ദ ഇമ്പീരിയൽ ഹെൽപ്പ്. ഇത്രയും തകർച്ചയുണ്ടാകുമ്പോൾ സഹായിക്കാനായിട്ട് റോമാ സാമ്രാജ്യം, സീസറിൻ്റെ സഹായം അങ്ങോട്ട് വരുമ്പോൾ അവർ പറഞ്ഞു, വേണ്ട, എൻ്റെ ആവശ്യമില്ല, ഞങ്ങളെ തന്നെ റീബിൽഡ് ചെയ്തോളാം, അതിനുള്ള കാശ് ഞങ്ങൾക്കുണ്ട്, അതിൻ്റെ പ്രാപ്തി ഞങ്ങൾക്കുണ്ട്. ആ ഒരു ആത്മാഭിമാനത്തിൻ്റെ നിറവിൽ നിൽക്കുന്നൊരു സഭാ സമൂഹമാണ്. ഞങ്ങൾ കാശുകാരാണ് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം എന്ന് ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് അവർ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളെ ഇച്ചിരി കാശുള്ളവരാണ്, അത് ഞങ്ങൾക്ക് തന്നെ അറിയാം, ഞങ്ങൾ ചില്ലറക്കാരല്ല എന്ന് ചിന്തിക്കുന്നൊരു ഗ്രൂപ്പ് ആൾക്കാരാണ് അവർ. അപ്പോൾ അവരാണ് പറയണത്, ഞങ്ങൾക്കല്ലാണ്ടെന്നേ, ഞങ്ങൾക്ക് വേറെ സഹായമൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ ആരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വ്യർത്ഥ അഭിമാന ചിന്ത നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, നീ ദരിദ്രനാണ്, ആത്മീയ മേഖലകളിൽ നീ ദരിദ്രനാണ്. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താണ്? നീ എന്നോട് ചോദിച്ചു വാങ്ങണം. നിൻ്റെ ദാരിദ്ര്യം നീ തിരിച്ചറിഞ്ഞ് നീ എന്നോട് ചോദിച്ചു വാങ്ങണം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് ചോദിച്ചു വാങ്ങണം. നമ്മളിത് വായിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം 3:18 ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. ഇത് നമ്മളിതാ ചിന്തിക്കാൻ പോകുന്നത്. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സാമ്പത്തികമായ മേഖലകളിൽ തകർച്ച അനുഭവിക്കുന്നവർക്ക്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, എന്ത് ചെയ്താലും രക്ഷപ്പെടുന്നില്ല എന്നുള്ളവരെ ഈ വചനം ഇത് ഗൗരവപൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. അതിനുള്ള ചില താക്കോലുകൾ കർത്താവ് നൽകുന്നുണ്ട്. ഇവിടെ ഈ ചിന്തകൾ കർത്താവ് നൽകുന്നുണ്ട്. എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഈ തകർച്ചകളിൽ നിന്ന് രക്ഷയിലേക്ക് പോകാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ചില രഹസ്യങ്ങൾ കൂടി കർത്താവ് ഇതിലൂടെ നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ആത്മീയ മേഖലകളിലുള്ള ദാരിദ്ര്യത്തെയും കർത്താവ് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട്. കർത്താവ് ഇവിടെ പറയുന്നത്, നീ എന്നോട് ചോദിച്ചു വാങ്ങണം. എന്താ ഈ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം? അതവർക്കറിയാം, അതിപ്പോൾ നമുക്കും അറിയാം, സയൻസ് അറിയാമെങ്കിൽ അറിയാം. സ്വർണ്ണം ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അത് ആദ്യം ചെയ്യുന്നത് സ്വർണത്തിൻ്റെ അയിരെ അത് ചൂർണ്ണാക്കും എന്ന് പറഞ്ഞാൽ പൊടിച്ച് ചൂർണ്ണാക്കും. അവിടെ ഒരു പൊടിക്കലുണ്ട്, അവിടെ ഒരു ഇടിക്കലുണ്ട്. അത് ആദ്യത്തെ ഒരു തലാണത്. അങ്ങനെ പൊടിച്ച് തരികളാക്കി അത് ആദ്യ പടിയിലൂടെ കടന്നു പോകും. ജീവിതത്തിലെ ചില ഇടികളൊക്കെ നമ്മൾ കൊള്ളേണ്ടി വരും. കർത്താവ് ഒരുക്കുന്ന ചില ഇടികളുണ്ട്. ആ ഇടികൾ രക്ഷാകരമായ ഇടികളാണ്. സ്വർണം അങ്ങനെ തിളങ്ങണമെങ്കിൽ ആദ്യത്തെ പണി ഈ അയിരിന് ഇടി കിട്ടണം. ഇടി കിട്ടിയത് പൊടിയണം. അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഉയർന്ന താപത്തിൽ ഇതിട്ട് ഉരുക്കണം. ഏതാണ്ട് 1064 ഡിഗ്രി സെൽഷ്യസിലെ ഈ പൊടിയിട്ട് ഉരുക്കണം. അത് ഉരുക്കുമ്പോഴാണ്, അത് നല്ല ചൂടാണ്,
1000-ലധികം ഡിഗ്രി സെൻറ്റിഗ്രേഡിലിട്ട് ഉരുക്കണം. പൊള്ളിയ അത് അത്രയും ചൂട്, ആ ചൂട്ടിലിട്ട് ഉരുക്കണം. അങ്ങനെ ഉരുകുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ചൂട് പൊങ്ങലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അശുദ്ധി മുഴുവൻ, അത് ഒരുപക്ഷെ മണലിൻ്റെ ആകാം, മറ്റ് ലോഹങ്ങളാകാം, ഇതൊക്കെ നൊരയായിട്ട് പൊന്തി വരും. അങ്ങനെ പൊന്തിപ്പോണം. നമ്മിൽ എന്തുമാത്രം അശുദ്ധിയെ കിടക്കുന്നത്, അത് പൊന്തിപ്പോണം. നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ സമ്പന്നരായി തീരണമെങ്കിൽ, അത് ഭൗതികമായ തലത്തിൽ, ആത്മീയമായ തലത്തിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു വരണമെങ്കിൽ നിങ്ങളിൽ ഈ അഗ്നിശുദ്ധി വരണം. നിങ്ങളിൽ ഈ അഗ്നിശുദ്ധി വരണം. നിങ്ങളിൽ നിന്ന് അശുദ്ധി പോകണം. നിങ്ങളിൽ നിന്ന് അശുദ്ധി പോകണം. അശുദ്ധി നിങ്ങൾ മാറ്റിക്കളയണം. പലപ്പോഴും ഒരു ബ്ലോക്കാണ് ഈ അശുദ്ധി. ജീവിതത്തിൽ അശുദ്ധിയിൽ ജീവിക്കുന്നവരെ ജീവിതത്തിൽ ഐശ്വര്യം വരില്ല. അത് അവരുടെ ജീവിതത്തിലെ തകർക്കും. അത് കർത്താവിന് മുമ്പിൽ ഏറ്റു പറയണം. കർത്താവിന് മുമ്പിൽ കുമ്പസാരിക്കണം. അത് പോണം, അശുദ്ധി പോണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഈ ചൂട് നീക്കലാണ്. ഈ അശുദ്ധി തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, പൊങ്ങി അവിടെ തന്നെ കിടന്നാൽ പോരാ. അത് ഈ ഒരുതരം കുടുക്കിയെടുത്തിട്ട് അത് ആ ചൂട് ഇത് മുഴുവൻ അങ്ങോട്ട് കളയണം. ഈ കുടുക്കിയൊക്കെ എടുത്തിട്ട് ഈ പൊന്തിയുള്ള നൊരയും ഇതൊക്കെ കണ്ടെടുത്ത് കളയണം. അശുദ്ധി ജീവിതത്തിൽ നിന്ന് പോകണം. ജീവിതത്തിൽ നിന്ന് അശുദ്ധി പോയാലാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പലതരം അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞാലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രഭയുണ്ടാകുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഈ അശുദ്ധി മാറിപ്പോകാനായിട്ട് കർത്താവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് നൽകുന്ന സന്ദേശം ഇതാണ്: നിൻ്റെ ജീവിതത്തിലെ, നിൻ്റെ കുടുംബത്തിലെ, നിൻ്റെ സമൂഹത്തിലെ നീ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ മുമ്പിലെ ആത്മീയ മേഖലകളിലെ, നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലെ നിൻ്റെ ജീവിതം ഐശ്വര്യമുണ്ടാകണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അശുദ്ധി പോകണം. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം നീ എന്നോട് ചോദിച്ചു വാങ്ങുക എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് നൽകുന്ന ആദ്യത്തെ സന്ദേശം, നിൻ്റെ ജീവിതത്തിൽ നിന്ന് വക്രത പോട്ടെ. നിൻ്റെ ജീവിതത്തിൽ നിന്ന് വക്രത പോട്ടെ. വളഞ്ഞു ചിന്തിക്കുക ആൾക്കാർ മുഴുവൻ. അതാണ് വേറൊന്ന്. വളഞ്ഞു ചിന്തിക്കുക, ഈ കുനിഷ്ട് ചിന്തിക്കുക. വെറുതെ മനുഷ്യൻ്റെ ഉള്ളിൽ വെറുതെ ആവശ്യമില്ലാത്ത കുഷ്ഠം ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുക ആൾക്കാർ. എന്തിനത്? നമ്മുടെ ജീവിതത്തിന് ശോഭ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ്. അതാണ് നമ്മൾ നന്നാവാത്തത്. അതുകൊണ്ട് കർത്താവ് നിന്ന് ആവശ്യപ്പെടുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് പോട്ടെ, ഈ വക്രത പോട്ടെ. കർത്താവിന് മുമ്പിൽ നിന്ന് ഈ വക്രത പോട്ടെ. ഒക്കെ വളഞ്ഞാൽ ചിന്തിക്കുള്ളൂ ആവശ്യമില്ലാതെ. എന്നിട്ട് കർത്താവിന് മുമ്പിൽ നേരെ പോ, അങ്ങനെ ജീവിക്കുക. അത് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മൾ തെറ്റിദ്ധരിച്ചാലും കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം ഓപ്പണാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ലെറ്റ് us be an ഓപ്പൺ ബുക്ക് ബിഫോർ അവർ ലോർഡ്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാകട്ടെ. കർത്താവിനെല്ലാം അറിയാലോ. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധമായിട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുക. വക്രതയില്ലാതെ ജീവിക്കാൻ തീരുമാനമെടുക്കുക. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം പോലെ നമ്മുടെ ജീവിതം വരട്ടെ. ഇതിൻ്റെ ടെസ്റ്റ് എന്താണ്? ഈ സ്വർണ്ണം ഉണ്ടാകുന്ന ആ പ്രോസസ്സിൻ്റെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നു കഴിയുമ്പോൾ അവസാനം ഈ സ്വർണ്ണം ഉണ്ടാക്കുന്ന ആളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ചൂട് ഇത് വന്നു കഴിഞ്ഞ് ഈ ചൂടൊക്കെ പൊന്തി ഈ മണലിൻ്റെയും മറ്റ് ലോഹങ്ങളുടെയും അശുദ്ധിയൊക്കെ മാറ്റിയതിന് ശേഷം പിന്നീട് ഇയാൾ നോക്കുമ്പോൾ ഇയാളെ തന്നെ അതിൽ കാണാൻ പറ്റും. അതാണ് ഈ മിറർ ടെസ്റ്റ്, പ്രതിഫലന പരിശോധന. നമ്മളിങ്ങനെ നോക്കുമ്പോഴേ ഈ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണത്തിൽ എൻ്റെ മുഖം തന്നെ എനിക്ക് കാണാൻ പറ്റും. എൻ്റെ മുഖം തന്നെ എനിക്ക് തിളങ്ങി കാണാനായിട്ട് പറ്റും. അതാണ് ടെസ്റ്റ്, എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവ് ജീവിതത്തിലെ വരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു മെസ്സിയാനിക് അബണ്ടൻസ് ജീവിതത്തിലേക്ക് വരണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ചിന്ത, ജീവിതത്തിൽ നിന്ന് അശുദ്ധി മാറിപ്പോകട്ടെ, ജീവിതത്തിൽ നിന്ന് വക്രത മാറിപ്പോകട്ടെ. ഒരു മെസ്സിയാനിക് അബണ്ടൻസ് ജീവിതത്തിൽ നിറയട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സർവാധിപനായ കർത്താവാണ്, സർവശക്തനായ കർത്താവാണ്, അത്യുന്നതനായ കർത്താവാണ്. ഡാനിയലച്ചനൊക്കെ ടോക്കിൽ ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ 3 വാചകങ്ങൾ മാത്രം, അതിൽ മാത്രം കേട്ടുകൊണ്ട് ജീവിക്കുന്നൊരു സ്ത്രീയെക്കുറിച്ചൊക്കെ അച്ഛൻ ഒരിക്കൽ പറയുന്നത് അച്ഛൻ്റെ ടോക്കിൽ കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അത് വലിയൊരു സത്യമാണ്. സർവാധിപനായ കർത്താവ്, സർവശക്തനായ കർത്താവ്, അത്യുന്നതനായ കർത്താവ്. കർത്താവാണ് ദൈവം, പ്രപഞ്ച സൃഷ്ടാവ്. ഇത് മുഴുവൻ കർത്താവിൻ്റെയാണ്, എല്ലാം കർത്താവിൻ്റെയാണ്. ഒരു നിമിഷം കൊണ്ട് നിൻ്റെ ജീവിതം, നിൻ്റെ തലമുറ മാറും, നിൻ്റെ ജീവിതം മാറും.
കർത്താവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെയാണ്. കണ്ടിട്ടില്ലേ? 5 അപ്പം 5000 പേര് പകുത്തു, എന്നിട്ടും 12 കൊട്ട ബാക്കി. അതാണ് കർത്താവിൻ്റെ സമൃദ്ധി. അതാണ് കർത്താവിൻ്റെ സമൃദ്ധി. കാനായിലെ കല്യാണ വിരുന്ന് ദുഃഖത്തിൻ്റെ, നാണക്കേടിൻ്റെ, തകർച്ചയുടെ അവസരത്തിൽ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. അത് കണ്ട് അവസാനം കലവറക്കാരൻ അവർക്കൊക്കെ ഞെട്ടലേ, നീ നല്ല വീഞ്ഞ് ഇതുവരെയും മാറ്റിവെച്ചുവല്ലോ, അതിഥികൾക്ക് ലഹരി പിടിക്കുവോളം. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ അവിടെ മാജിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. കർത്താവിൻ്റെ ടച്ചിനെ മാജിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് കർത്താവിൻ്റെ ടച്ചിനെ. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം നിറയും. എൻ്റെ പ്രിയമുള്ളവരെ, വലത്തോട്ട് മാറ്റി വല വീശാൻ പ്രൊഫഷണലായിട്ടുള്ള മുക്കുവന്മാരോട് കർത്താവ് ആവശ്യപ്പെടുന്നു. ഒരു രാത്രി മുഴുവൻ മീൻ പിടിച്ചിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ ശിഷ്യന്മാരെ, ഒരു രാത്രി മുഴുവൻ അവർ മീൻ പിടിച്ചതാ. അവർക്ക് എവിടെ മീനുണ്ടെന്നറിയാം. ഗലീല കടലിൽ എവിടെ മീനുണ്ടെന്ന് അറിയുന്നവരാണ്, പരിചയസമ്പന്നരാണ്. അവരിട്ടാൽ വലയിൽ മീൻ കയറും. അതിനുള്ള ട്രിക്കും ടാക്റ്റിക്സും അവർക്കുണ്ട്. അങ്ങനെയുള്ളവരൊരു രാത്രി മുഴുവൻ പണിതിട്ടും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവ് പറയുന്നത് കേട്ട് വലത്തോട്ട് വലയെറിയുന്നു. അതൊന്നല്ല, പലതവണ നമ്മുടെ ജീവിതത്തിൽ ഉയർപ്പിന് ശേഷവും കർത്താവ് വലത്തോട്ട് വലയെറിയാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് വന്ന് കർത്താവ് പറഞ്ഞത് കേട്ടാൽ അത് വല കീറുവോളം മത്സ്യങ്ങൾ ആ വലയിൽ നിറയും. എൻ്റെ പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് മെസ്സിയാനിക് അബണ്ടൻസ്. നിറച്ച് കുലുക്കി നിൻ്റെ ജീവിതം നിറയുവോളം നിനക്ക് ഇട്ട് തരുന്ന കർത്താവാണ്. കർത്താവ് പറയുന്നില്ലേ, കൊടുക്കാൻ പറയുന്ന സമയത്ത് കർത്താവ് പറയുന്നില്ലേ, കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ മടിയിലേക്ക് നിറച്ച് കുലുക്കി നിങ്ങൾക്ക് പിടിക്കാവുന്നില്ല അത്ര അധികം കർത്താവ് നൽകുന്ന കർത്താവാണ്. ദാറ്റ് ഈസ് മെസ്സിയാനിക് അബണ്ടൻസ്. ഇത് നിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ പാവം പിടിച്ച് കഷ്ടം പിടിച്ച് അങ്ങനെ കുഷ്ഠം പിടിച്ച് ജീവിതത്തിലും മനസ്സിലും ഒക്കെ തകർന്ന് തരിപ്പണായി അയ്യോ പാവം എന്ന് പറഞ്ഞ് നടക്കുന്ന ദൈവത്തിൻ്റെ മോനെയും മോളിയല്ല കർത്താവിന് ഇഷ്ടം. കർത്താവിൻ്റെ നന്മയിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ സമൃദ്ധിയിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ കൃപയിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ച്, കർത്താവ് നൽകുന്ന അവസ്ഥകളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നമ്മളത് കാണും. കർത്താവിനെ പ്രതി സന്തോഷത്തോടെ, പ്രഭയോടെ, കർത്താവിന് നന്ദി പറഞ്ഞ്, കർത്താവിനെ ആഘോഷിച്ച്, കർത്താവാണ് ദൈവം എന്ന് പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ ഒരു മോനെയും ദൈവത്തിൻ്റെ ഒരു മോളെയാണ് കർത്താവിന് ഇഷ്ടം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവർ. അതുകൊണ്ട് ഇത് നൽകാൻ കർത്താവ് തയ്യാറാണ്. ജീവിതത്തിലെ അശുദ്ധി മാറിപ്പോകട്ടെ, ജീവിതത്തിലെ വക്രത മാറിപ്പോകട്ടെ. ഇനി അഗ്നിശുദ്ധി വരുത്തിയ സ്വർണ്ണത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ചില സഹനങ്ങൾ, ചില അവസരങ്ങളിൽ ചിലപ്പോൾ മാറിപ്പോകാതെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും നമ്മൾ കാണും. അത് ചില പാഠങ്ങൾ ഒരുപക്ഷെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാകാം. നമ്മളത് കാണുന്നുണ്ട്. പത്രോസ് 1 പീറ്റർ 1:7 നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അപ്പോൾ ചില പരീക്ഷണങ്ങൾ, ചില ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ, തകർച്ചകൾ, ഇത് ചില സഹനങ്ങൾ, ഇത് കർത്താവ് അനുവദിക്കുന്നത് ചില പാഠങ്ങൾ, ചില ഉറപ്പുകൾ, ചില വിശ്വാസ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇത് ആഴത്തിൽ മനസ്സിലാകുന്നൊരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. എല്ലാം ഉണ്ടായിരുന്നു ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ കർത്താവ് ഒരു പരീക്ഷണത്തിലൂടെ ജോബിനെ കൊണ്ടുപോകാണ്. ആ പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ജോബിനെ ടെസ്റ്റ് ചെയ്യാണ് കർത്താവ്. വലിയ സമ്പന്നനായിരുന്നു ജോബ്, നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോകാണ്. എല്ലാം കർത്താവ് തിരിച്ചെടുക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോകാണ്. എല്ലാം പോകുമ്പോൾ ആ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ ജോബിൻ്റെ വിശ്വാസ സാക്ഷ്യം ഈ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണ്ണം കണക്ക് തെളിയുന്നത്, തിളങ്ങുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ജോബിൻ്റെ ഭാര്യ ജോബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, സംസാരിക്കുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്.
ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അപ്പോൾ അവൻ്റെ ഭാര്യ പറയും, ഇനിയും ദൈവശക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? എന്നിട്ട് പറയുന്നത്, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. അത്ര തകർച്ചയിൽ ജോബിൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുകയാണ്. എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാ സമ്പത്തും നഷ്ടപ്പെടുന്നു, ശരീരം മുഴുവൻ വ്രണങ്ങൾ, മക്കളൊക്കെ മരിച്ചു പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ജോബിൻ്റെ ഭാര്യ പറയാം, ഇനി എന്ത് കാര്യം, ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക എന്ന് പറയുമ്പോൾ ജോബ് ഭാര്യയോട് പറയുന്നു, ഭോഷത്തരം പറയുകയോ? എന്നിട്ട് ജോബിന് മനോഹരമായ മറുപടി, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ചില പരീക്ഷണങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിലൂടെ നമ്മുടെ ജീവിതം കടത്തിവിടുമ്പോൾ വിശ്വാസത്തിൻ്റെ അഗ്നിയിൽ ശുദ്ധി ചെയ്ത പോലെ നമ്മുടെ ജീവിതത്തെ പ്രഭ കൊണ്ട് നിറയ്ക്കാൻ, വിശ്വാസ സാക്ഷ്യം കൊണ്ട് നിറയ്ക്കാൻ നമ്മുടെ ജീവിതത്തെ കർത്താവ് ഒരുക്കുക കൂടിയാണ് എന്നുള്ള ഒരു ആത്മീയ സത്യം കൂടി ഇതിനോട് ചേർന്ന് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതാണ് ജോബ് പറയുന്നത്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, നമ്മൾ സമ്പന്നരായിട്ട് മിടുക്കരായിട്ട് തീരാനാണ് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അശുദ്ധി നമ്മൾ മാറ്റിക്കളയണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വക്രത നമ്മൾ മാറ്റിക്കളയണം. നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്താൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വഴിവെട്ടി തരും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ടുവരും. അത് വന്നു കഴിഞ്ഞ് ചില അവസരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചില പരീക്ഷണങ്ങളും ചില ടെസ്റ്റുകളും കർത്താവ് കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ ചില ദാരിദ്ര്യം കർത്താവ് മാറ്റില്ല. അതിന് കർത്താവിൻ്റെ ഒരു മനസ്സുണ്ട്, കർത്താവിനൊരു പദ്ധതിയുണ്ട്. അതാണ് ഈ ജോബിൻ്റെ പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്നത്. കാരണം ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എല്ലാം ജോബിന് തിരിച്ചു കൊടുക്കുന്നതായിട്ട്. എപ്പോഴാണ് എല്ലാം ജോബിന് തിരിച്ചു കൊടുക്കുന്നത്? അതാണ് അടുത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കാനായിട്ടുള്ളത്. നമ്മളത് വായിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. നമ്മളിങ്ങനെ വായിക്കുന്നത്, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരിച്ചു കൊടുത്തു. അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു. അതെന്താ അങ്ങനെ? ജോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് സ്നേഹിതന്മാർ വരുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം അവർ ജോബിനെ കുറ്റം വിധിക്കുക ചെയ്യുന്നത്. അവർ ജോബിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ജോബ് പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ സാധ്യമാകുന്ന തരത്തിൽ എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് നയിച്ചു. കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ വേദനകൾ കർത്താവിൻ്റെ മുമ്പിൽ പങ്കുവയ്ക്കുക ചെയ്യുന്നത്. അവരുടെ കുറ്റങ്ങൾ, അവരുടെ വേദനകൾ അതുകൂടി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക ചെയ്യുന്നത്. കർത്താവിന് ആ 3 സ്നേഹിതന്മാരുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കർത്താവ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവർക്കെതിരെ എൻ്റെ ക്രോധം ജ്വലിച്ചു എന്ന്. കർത്താവിൻ്റെ ക്രോധം ജ്വലിച്ചു എന്നാണ് പറയണത്. കാരണം അവരുടെ ഫിലോസഫി ഇങ്ങനെയാണ്, നല്ലത് ചെയ്താൽ ഐശ്വര്യം ഉണ്ടാകും. നീ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ നീ കുടുംബാഭിയാണ്. ഇതാണ് അവരുടെ ഫിലോസഫി. അത്രയുള്ള അവരുടെ ഫിലോസഫി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പാപം ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അശുദ്ധി വന്നാൽ, വക്രത വന്നാൽ ജീവിതത്തിൽ ദാരിദ്ര്യം വരും, ജീവിതത്തിൽ തകർച്ച വരും. അതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ ജോബിൻ്റെ കാര്യത്തിൽ ജോബ് അശുദ്ധി ചെയ്തിട്ടില്ല, ജോബിൻ്റെ ജീവിതത്തിൽ വക്രതയില്ല. ജോബ് കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനായിരുന്നു, വിശുദ്ധനായിരുന്നു. പക്ഷെ ജോബിൻ്റെ ജീവിതത്തിൽ ഈ തകർച്ചകൾ വന്നപ്പോൾ ഈ സ്നേഹിതന്മാർ പറഞ്ഞു, ആ സ്നേഹിതന്മാർ പ്രഖ്യാപിച്ചു, നീ പാപിയാണ്. അത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം കർത്താവ് ജോബിന് ഈ സാധനങ്ങൾ കൊടുത്തത്, അത് 3-ാമത്തെ കാറ്റഗറി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അത് ജോബിനെ പരീക്ഷിക്കാനായിട്ടാണ്. ജോബിൻ്റെ വിശ്വാസ അഗ്നിയിൽ ശുദ്ധി ചെയ്ത സ്വർണം കണക്ക് ശോഭിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആ പരീക്ഷണങ്ങളിലൂടെ കടത്തിവിടുന്നത്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യത്തിൽ, എൻ്റെ ക്രോധം നിനക്കും നിൻ്റെ 2 സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 7-ാം വാക്യം. അങ്ങനെ കർത്താവിൻ്റെ ക്രോധം അവരുടെ നേരെ ജ്വലിച്ചപ്പോൾ കർത്താവ്
എന്താണോ ആഗ്രഹിക്കുന്നത്, കർത്താവിനെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ദൈവത്തെ വരച്ചു വയ്ക്കാൻ ജോബിൻ്റെ സ്നേഹിതന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ക്രോധം അവർക്കെതിരെ ജ്വലിക്കുകയാണ്. അങ്ങനെ ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അത് മാറിപ്പോകുന്നത് എങ്ങനെയാണ്? മാറിപ്പോകുന്നത് അങ്ങനെ തനിക്കെതിരെ വിധി പ്രസ്താവിച്ച തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജോബ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം ശത്രുതയാണ് കേട്ടോ. അപ്പം അച്ഛൻ മൂന്നാമത്തൊന്ന് പറഞ്ഞു. 1 അശുദ്ധി, 2 വക്രത, 3 ശത്രുത. ശത്രുത കാരണം ജീവിതത്തിൽ ഐശ്വര്യം വരാതെ പോകും. നോക്കൂ, തനിക്കെതിരെ വിധി പറഞ്ഞ ആ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എല്ലാ ഐശ്വര്യവും ജോബിന് കർത്താവ് തിരിച്ചു കൊടുക്കുന്നത്. ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് ശത്രുതയോടുകൂടി തനിക്കെതിരെ വിധി പ്രസ്താവിച്ച സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നിൻ്റെ ജീവിതത്തിൽ അടുത്തൊരു തടസ്സം, നീ സമ്പന്നനാകുന്നതിലുള്ള അടുത്തൊരു തടസ്സം ശത്രുതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം, ആരുടെയെങ്കിലുമൊക്കെ വിരോധം, ആരുടെയെങ്കിലുമൊക്കെ ശത്രുത, നിന്നോട് ദ്രോഹം ചെയ്തവരാകാം, നിന്നെ സ്നേഹിക്കാത്തവരാകാം, നിന്നെ പരിഗണിക്കാത്തവരാകാം, നിനക്ക് വേണ്ട അപ്രിസിയേഷൻ, പരിഗണന, നിനക്ക് വേണ്ട സ്നേഹം നിനക്ക് തരാത്തവരാകാം, നിന്നെ ചതിച്ചവരാകാം, പറ്റിച്ചു പോയവരാകാം, സാമ്പത്തികമായി നിന്നെ പറ്റിച്ചവരാകാം, നിൻ്റെ ജീവിതത്തിന് നിനക്കെതിരെ പാര വെച്ചവരാകാം, നീ നന്നാവാതിരിക്കാൻ വേണ്ടി കളിച്ചവരാകാം, ഒക്കെയാകാം. നിനക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? നീ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ ഐശ്വര്യം വരും, ഇരട്ടി അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ വരും. ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇരട്ടി അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നിനക്ക് ആരോടൊക്കെ ശത്രുത തോന്നുന്നോ ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഈ സ്വർണം. ഇത് ചോദിച്ചു വാങ്ങാനാണ് പറയുന്നത്. ഈ സ്വർണം ചോദിച്ചു വാങ്ങാനാണ് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറയണം. പ്രിയമുള്ളവരെ, ഒരു ചെറിയൊരു കാര്യം കൂടിയും എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ജീവിതത്തിൽ ചില സഹനങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നത് ഒരുപക്ഷേ ഒരു പുതിയ തുടക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാകാം. പുതിയ തുടക്കത്തിലേക്ക്. ഞാൻ ഒരു ഫിസിക്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജി അല്ലെങ്കിൽ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ടെക്നോളജിയിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു കാര്യം ക്രയോജനിക് എൻജിൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ക്രയോജനിക് എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഫ്യൂവൽ അതുണ്ടാക്കണം. അത് വളരെ അറൗണ്ട് -253 ഡിഗ്രി സെൽഷ്യസ് സോ കോൾഡ് അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ ടെക്നോളജി റഷ്യയിൽ നിന്ന് വാങ്ങാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ അമേരിക്കയൊക്കെ ഉടക്കിട്ടത് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ഉണ്ടായത് നമുക്ക് ടെക്നോളജി കിട്ടിയില്ല. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ല സാറ്റലൈറ്റുകൾ, ടോപ്പ് സാറ്റലൈറ്റുകൾ, ഹൈ പേലോഡുള്ള സാറ്റലൈറ്റുകൾ നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ തന്നെ അത് വികസിപ്പിച്ചെടുത്തു. അന്ന് കുറേ പരിശ്രമങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അത് ആ കാലഘട്ടങ്ങളിലൊക്കെ ചില കാർട്ടൂണുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മിസൈൽ വിടുന്നു, അറബിക്കടലിലുള്ളവരൊക്കെ സൂക്ഷിക്കണം, അവർ കടലിൽ പോകുന്നവരൊക്കെ മുക്കുവന്മാരൊക്കെ സൂക്ഷിക്കണം, കാരണം ഈ സാധനം പോകുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് വീഴാൻ പോണേ, അല്ലെങ്കിൽ അറബിക്കടലിലാണ് വീഴാൻ പോണേ, അതുകൊണ്ട് ഇത് എന്തായാലും നിലത്ത് വീഴും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കിയിരുന്നു. പക്ഷേ അന്ന് ഒരു സാറ്റലൈറ്റ് വിക്ഷേപം വിജയിക്കുകയാണെങ്കിൽ അതൊരു വാർത്തയായിരുന്നു. പക്ഷേ ഇന്നൊന്ന് പരാജയപ്പെടുകയാണെങ്കിലാണ് ഇത് വാർത്ത. നമ്മൾ തന്നെ അത് വികസിപ്പിച്ചെടുത്തു. അതിനെക്കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം ഞങ്ങളുടെ കലാലയത്തിൽ, ക്രൈസ്റ്റ് കലാലയത്തിൽ ഒരിക്കൽ വരികയുണ്ടായി. അദ്ദേഹം പറയുന്ന മനോഹരമായ വാചകമുണ്ട്. 2014 നമ്മളത് വികസിപ്പിച്ചെടുത്തു. നമുക്ക് ചിലത് നിഷേധിച്ചപ്പോൾ നമ്മൾ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുത്തു. ചില സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്കത് അതിജീവിക്കാനായിട്ടുള്ള കൃപയും കർത്താവ് നൽകും. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊരു വലിയൊരു ചിന്തയാണ്. അതുകൊണ്ട് ഇന്ന് ജീവിതത്തിലെ സഹനങ്ങൾ, സാമ്പത്തിക മേഖലകളിലെ തകർച്ചകളുള്ളവരൊക്കെ കർത്താവിനോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം ഞാൻ ധനികനാകാൻ എനിക്ക് താ എന്ന് തീക്ഷ്ണമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആ പാഠങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ
നിൻ്റെ മുമ്പിൽ ധനികരാകാൻ എന്നെ സഹായിക്കണമെന്ന് തീക്ഷ്ണമായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലകളിലുമുള്ള ദാരിദ്ര്യം കർത്താവ് എടുത്തു മാറ്റട്ടെ. സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.